ഇന്നത്തെ റെസിപ്പി മുട്ടയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 3 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഉരുളക്കിഴങ്ങ് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനെല്ലാം കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പം മുഴുവൻ ഉരുളക്കിഴങ്ങും ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഉരുളക്കിഴങ്ങിനെ നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഒരു ടിഷ്യൂ പേപ്പറോ തുണിയോ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ നന്നായി തുടച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണിത്. നിങ്ങളുടെ അടുത്ത് വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. അടുത്തതായി ചേർക്കുന്നത് ഒറിഗാനോ ആണ്. ഞാനിവിടെ കുറച്ച് ഒറിഗാനോ എടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 2 മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ചേർത്ത് നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ മുട്ട ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ലൂസായിട്ടാണ് ഇതുള്ളത്. നമുക്കിതിനെ കുറച്ചൊന്ന് കട്ടിയാക്കി എടുക്കണം. അതിനു വേണ്ടി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മൈദയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. മൈദ ചേർക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ചായിട്ട് ചേർക്കണം. കാരണം നമ്മുടെ ബാറ്റർ ഒരുപാട് കട്ടിയാവാൻ പാടില്ല. ഒരു നേരിയ കോട്ടിങ്ങാണ് നമുക്കിതിന് വേണ്ടത്. അതുകൊണ്ട് തന്നെ മൈദ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കുക. നല്ല കട്ടിയായിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കരുത്. അപ്പം ഞാനിവിടെ 1/2 കപ്പ് മൈദ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബാറ്റർ കുറച്ച് ലൂസാണ്. അതുകൊണ്ട് തന്നെ വളരെ നേരിയതായിട്ടുള്ളൊരു കോട്ടിങ്ങാണ് ഇതിനുള്ളത്. ഇതുപോലെ വേണം നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ച് പാൻ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ച് എണ്ണ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. എണ്ണ നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചധികം സമയം എടുത്തിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ ഉരുളക്കിഴങ്ങ് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഇത് നല്ല കളർ മാറി വരും. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കളർ മാറി വരുന്നത് വരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം കളറെല്ലാം മാറി വരുന്നുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഉൾഭാഗം നന്നായിട്ട് വെന്ത് വരണം. അതിനുവേണ്ടി കുറച്ചധികം സമയം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നല്ല കറക്റ്റ് ചൂടാന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഹൈ ഫ്ലെയിമിലും വെക്കരുത്, ലോ ഫ്ലെയിമിലും വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇതുപോലെ നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ മുഴുവനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം ഞാൻ നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം. ഉരുളക്കിഴങ്ങുകൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മയോണൈസും ടൊമാറ്റോ കെച്ചപ്പും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് ഇതിൽ മുക്കി കഴിക്കാന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.